വളരെ പണ്ടാണ് കുറേ തേനീച്ചകൾ തങ്ങളുടെ വലിയ അധ്വാനത്തിൻ്റെ ഫലമായി ധാരാളം തേൻ ശേഖരിച്ചു വച്ചു. കൂട്ടിലെ എല്ലാ അറകളും തേൻ കൊണ്ട് നിറച്ചു വച്ചു. അപ്പോൾ സ്വർഗം വരെ ഒന്ന് പോയാൽ കൊള്ളാം എന്ന് ഒരു തേനീച്ചയ്ക്ക് തോന്നി. വെറും കൈയോടെ എങ്ങനെയാണ് പോകുന്നത്? വലിയ ഒരു പാത്രം നിറയെ തേനും കൊണ്ടാണ് ആ തേനീച്ച സ്വർഗത്തിലേക്ക് യാത്രയായത്. ജൂപ്പിറ്റർ ദേവന് കാഴ്ചവെക്കാനാണ്. ദേവന് വളരെ സന്തോഷമായി. ഈ സമ്മാനത്തിന് പകരം ഞാൻ ഒരു വരം നൽകാം. നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആഗ്രഹം പറയൂ. ജൂപ്പിറ്റർ ദേവൻ സന്തോഷിച്ചതിൽ സംതൃപ്തി പൂണ്ട തേനീച്ച ഇങ്ങനെ മറുപടി പറഞ്ഞു: പ്രഭു, എൻ്റെ സ്രഷ്ടാവും രക്ഷിതാവുമായ ഭഗവാനെ, അങ്ങേക്ക് 1000 പ്രണാമങ്ങൾ. എൻ്റെ കൂട് പൊളിച്ച് തേനെടുക്കാൻ വരുന്നവരെ ഒറ്റ കുത്തിന് എനിക്ക് കൊല്ലാൻ കഴിയണം. അതിന് പറ്റിയ തരത്തിൽ എനിക്കൊരു കൊമ്പ് നൽകുവാൻ ഭഗവാനെ അവിടുന്ന് കനിയണമേ എന്നാണ് എൻ്റെ അപേക്ഷ. തേൻകൂട്ടിൽ താമസിക്കുന്ന ഇവൻ്റെ മനസ്സ് ഇത്രമേൽ വിഷമുള്ളതാണോ? ആ ദേവൻ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം കോപത്തോടെ ഇങ്ങനെ പറഞ്ഞു: നീ ആഗ്രഹിക്കുന്ന കൊമ്പ് ഞാൻ നൽകുന്നു. അതുകൊണ്ട് കുത്തുക എന്നത് മാരകവുമായിരിക്കും. എന്നാൽ കുത്ത് കിട്ടുന്ന ആളല്ല, കുത്തുന്ന നീയാണ് മരിക്കുക എന്ന വ്യത്യാസം മാത്രം ഞാൻ വരുത്തിയിട്ടുണ്ട്. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാതർമാതൃകയാ വിദർഭിതമിദം ഗർഭീകൃതാനാഹതസ്വച്ഛന്ദധ്വനിപേയമധ്വനിരതം ചന്ദ്രാർക്കനിദ്രാഗിരൗ സംസേവേ വിപരീതരീതിരചനോച്ചാരാദകാരാവധിസ്വാധീനാമൃതസിന്ധുബന്ധുരമഹോ മായാമയം തേ മഹ. മാത, അല്ലയോ എൻ്റെ അമ്മേ, മാതൃകയാ വിദർഭിതം, മാതൃകാക്ഷരങ്ങളാൽ, അതായത് അക്ഷരമാലകൾ കൊണ്ട് ഇഴചേർക്കപ്പെട്ടതും, ഗർഭീകൃത അനാഹത സ്വച്ഛന്ദ ധ്വനി പേയം, അനാഹത ചക്രത്തിൽ സ്വതന്ത്രമായി മുഴങ്ങുന്ന അനാഹതനാദത്തെ ഉള്ളിലടക്കിയതും ആസ്വദിക്കപ്പെടുന്നതുമായിട്ടുള്ള ചന്ദ്രാർക്ക നിദ്രാഗിരൗ അധ്വനി രഥം, ചന്ദ്രൻ, സൂര്യൻ എന്നിവരുടെ, അതായത് ഇട, പിങ്കള എന്നീ നാഡികളുടെ വ്യാപാരം നിലച്ച് ശാന്തമാകുന്ന സുഷുമ്നാ നാഡിയിലൂടെ സഹസ്രാരത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഇഷ്ടപ്പെടുന്നതും, വിപരീത രീതി രചനാ ഉച്ചാരാത് അകാരാവധി, വിപരീത ക്രമത്തിലുള്ള ഉച്ചാരണം കൊണ്ട് ആ എന്ന അക്ഷരം വരെയുള്ള മന്ത്രസ്വരൂപമായ സ്വാധീനാമൃത സിന്ധു ബന്ധുരം, സാധകന് അനുഭവിക്കുവാൻ പറ്റുന്ന ആനന്ദാമൃത സമുദ്രത്താൽ മനോഹരമായ അഹോ മായാമയം തേ മഹ, മായാമയവും അത്യത്ഭുതകരവുമായ അമ്മയുടെ ആ ദിവ്യമായ തേജസ്സിനെ സംസേവേ, ഞാൻ ദിവസവും സേവിക്കുന്നു അല്ലെങ്കിൽ ധ്യാനിക്കുന്നു. വിശദമായ അർത്ഥം ഇങ്ങനെയാണ്: എൻ്റെ അമ്മേ, അക്ഷരങ്ങളുടെ രൂപത്തിലുള്ളത് അമ്മയാണ്. അതുകൊണ്ട് അക്ഷരമാതൃകകളാൽ വിളങ്ങി നിൽക്കുന്നതും അനാഹത ചക്രത്തിലെ സ്വച്ഛന്തമായ നാദത്തെ ഉള്ളിലൊതുക്കി ആനന്ദം പകരുന്നതുമായ അമ്മയുടെ ദിവ്യമായ തേജസ്സിനെ ഞാൻ ധ്യാനിക്കുന്നു. സൂര്യചന്ദ്രന്മാരെ പ്രതിനിധീകരിക്കുന്ന ഇട, പിങ്കള എന്നീ നാഡികൾ ശാന്തമാകുമ്പോൾ, പ്രാണൻ സുഷുമ്നയിലൂടെ സഹസ്രാരപത്മത്തിൽ എത്തുമ്പോൾ ആ മാർഗത്തിലൂടെ വിഹരിക്കുന്നതാണ് അവിടുത്തെ ചൈതന്യം. താന്ത്രികമായ വിപരീത രീതിയിൽ ഉച്ചരിച്ചുകൊണ്ട് അ എന്ന അക്ഷരം വരെ വ്യാപിച്ച്
അമൃതസാഗരത്തിൻ്റെ പരമാനന്ദം വർഷിക്കുന്ന അതിമനോഹരവും മായാമയവുമായ അമ്മയുടെ ആ ദിവ്യ ജ്യോതിസിനെ ഞാൻ ഭക്തിപൂർവം ഉപാസിക്കുന്നു. ഓം ശ്രീലളിതാംബികായൈ നമഃ. ഓം. എന്താണ് ചിദാനന്ദം? അമ്മ തന്നെയാണ് ചിദാനന്ദം. അതുകൊണ്ട് വശിന്യാദി വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിലെ 646 മന്ത്രമായി സത്യാനന്ദസ്വരൂപിണി എന്ന് അമ്മയെ സ്തുതിക്കുന്നു. സത്യവും ആനന്ദവും സ്വരൂപമായ ദേവി എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. ചിദാനന്ദം സ്വരൂപമായിട്ടുള്ള ദേവി എന്നും അർത്ഥം വരുന്നു. സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ എന്ന് തൈത്തിരീയോപനിഷത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സത്യവും ജ്ഞാനവും അനന്തവുമാണ് ബ്രഹ്മം. ഭൂതം, വർത്തമാനം, ഭാവി എന്നിങ്ങനെയുള്ള 3 കാലങ്ങളിലും ഒരുപോലെ, അതായത് യാതൊരു മാറ്റവും ഇല്ലാതെ നിലനിൽക്കുന്നത് എന്താണോ അതാണ് സത്യം. അത് അമ്മയാണ്. അതുകൊണ്ട് അമ്മ സത്യസ്വരൂപിണിയാണ്, സത്യാനന്ദസ്വരൂപിണിയുമാണ്. ഓം സത്യാനന്ദസ്വരൂപിണ്യൈ നമഃ. ഓം. ഓം ഹ്രീം സത്യാനന്ദസ്വരൂപിണ്യൈ നമഃ. അടുത്ത മന്ത്രത്തെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് ലോപാമുദ്രാദേവി ആരാണ് എന്ന് അറിയണം. അഗസ്ത്യ മഹർഷിയുടെ പത്നിയാണ് ആ ദേവി. ഹ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ശ്രീവിദ്യാമന്ത്രം നമുക്ക് നൽകി അനുഗ്രഹിച്ച ഗുരുനാഥയാണ് ആ അമ്മ. ഭഗവാൻ വേദവ്യാസ മഹർഷിക്കൊപ്പം മഹാഭാരതത്തിലെ വനപർവ്വത്തിൽ അല്പദൂരം സഞ്ചരിച്ചാൽ നമുക്ക് ലോപാമുദ്രാദേവിയെ പരിചയപ്പെടുവാൻ കഴിയും. മഹാഭാരതത്തിലെ വനപർവ്വത്തിൽ 96 അധ്യായത്തിൽ കയറുമ്പോഴാണ് നമുക്ക് ഈ ദേവിയെക്കുറിച്ച് അറിയുവാൻ പറ്റുന്നത്. ഒരിക്കൽ വനത്തിൽ കൂടി നടന്നു പോവുകയായിരുന്നു അഗസ്ത്യ മഹർഷി. അപ്പോഴാണ് തൻ്റെ പിതൃക്കൾ ഒരു ഗർത്തത്തിൽ തല കീഴായി തൂങ്ങിക്കിടക്കുന്നത് അദ്ദേഹം കണ്ടത്. മഹർഷി അതിൻ്റെ കാരണം അവരോട് ചോദിച്ചു. അപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞു: ഉണ്ണി, നിനക്ക് പുത്രന്മാർ ജനിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. സന്താനം ഉണ്ടാകാത്തതുകൊണ്ട് പിതൃക്കളായ ഞങ്ങൾക്ക് ഗതി കിട്ടാതെയായി. അതുകൊണ്ട് നീ ഉടനെ തന്നെ ഒരു വിവാഹം കഴിക്കണം. അപ്പോഴാണ് വിവാഹം ചെയ്യേണ്ടതിൻ്റെ ആവശ്യം ആ മഹാമുനിക്ക് ബോധ്യപ്പെട്ടത്. താടിയും മീശയും വെച്ച് പൊക്കമില്ലാത്ത ഈ മുനിയെ ഏത് സ്ത്രീക്കാണ് ഇഷ്ടമാവുക? അഗസ്ത്യൻ അതിനും ഒരു വഴി കണ്ടുപിടിച്ചു. അദ്ദേഹം ലോകത്തിലുള്ള അതിവിശിഷ്ടമായ വസ്തുക്കളുടെ സാരം കൊണ്ട് ഒരു പെൺകുഞ്ഞിനെ ഉണ്ടാക്കി, ജീവനും നൽകി. അക്കാലത്ത് വിദർഭയിലെ രാജാവ് കുട്ടികളില്ലാത്തതുകൊണ്ട് തപസ്സു ചെയ്യുകയായിരുന്നു. താൻ തനിക്ക് വേണ്ടി സൃഷ്ടിച്ച ആ പെൺകുഞ്ഞിനെ വിദർഭ രാജാവിന് ആ മഹർഷി മകളായി നൽകി. രാജാവാകട്ടെ ആ കുഞ്ഞിന് ലോപാമുദ്ര എന്ന് പേര് നൽകി വളർത്തി. അതീവ സുന്ദരിയായി വളർന്നു വന്ന ആ പെൺകുട്ടിക്ക് യൗവനമായി. അപ്സരസ്സുകളെ തോൽപ്പിക്കുന്ന സൗന്ദര്യമുള്ള ആ കുഞ്ഞിനെ ആർക്കാണ് വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത് എന്ന ചിന്തയായി രാജാവിന്. പെൺകുട്ടിക്ക് വിവാഹപ്രായമായി എന്ന് മനസ്സിലാക്കിയ അഗസ്ത്യമുനി രാജാവിനെ ചെന്ന് കണ്ട് ഇപ്രകാരം പറഞ്ഞു: രാജാവേ, സന്താന ലാഭത്തിനു വേണ്ടി ഞാൻ ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഭവാൻ അവളെ എനിക്ക് നൽകിയാലും? മുനിയുടെ ഈ വാക്കുകൾ കേട്ട രാജാവ് ബോധം കെട്ടു വീണു. മഹർഷിയുടെ വാക്ക് തള്ളിക്കളയുവാനും സ്വീകരിക്കുവാനും കഴിയാതെ അദ്ദേഹം വല്ലാതെ വിഷമിച്ചു. തൻ്റെ മാതാപിതാക്കൾ വിഷമിക്കുന്നത് കണ്ട ലോപാമുദ്ര ദേവി രാജാവിനോട് പറഞ്ഞു: അച്ഛാ, ഞാൻ മൂലം അങ്ങ് ദുഃഖിക്കരുത്. എന്നെ ആ മഹർഷിക്ക് വിവാഹം കഴിച്ചു നൽകിയാലും. അങ്ങനെ രാജാവ് അഗസ്ത്യമുനിക്ക് തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. അവർക്ക് ഒരു പുത്രനുണ്ടായി. പേര് ദൃഢസ്യു.
യുധ്മവാഹൻ എന്നും ദൃഢസ്യുവിന് പേരുണ്ട്. പിതാവിന് ഹോമത്തിനുള്ള വിറകുചില്ലകൾ അദ്ദേഹം കൊണ്ടുവന്നു കൊടുത്തിരുന്നതുകൊണ്ടാണ് യുധ്മവാഹൻ എന്ന് അദ്ദേഹത്തിന് പേര് വന്നത്. യുധ്മം എന്നാൽ വിറകുചില്ല എന്നാണ് അർത്ഥം. പതിവ്രതയായ ലോപാമുദ്രാദേവി ഭർത്താവിനെപ്പോലെ യോഗസിദ്ധികളുള്ള ദേവിയാണ്. വളരെ കാലം അമ്മയെ ഭക്തിയോടെ പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടി ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ ഋഷിസ്ഥാനത്തെത്തിച്ചേർന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ലോപാമുദ്രാദേവിയാൽ പൂജിക്കപ്പെട്ട അമ്മ അഥവാ ലോപാമുദ്രാദേവിയാൽ അർച്ചിക്കപ്പെട്ട ദേവി എന്നാണ് ലോപാമുദ്രാർച്ചിത എന്ന മന്ത്രത്തിൻ്റെ അർത്ഥം. ഓം ലോപാമുദ്രാർച്ചിതായൈ നമഃ. ഓം ഓം ഹ്രീം ലോപാമുദ്രാർച്ചിതായൈ നമഃ. സത്യാനന്ദ സ്വരൂപിണി എന്ന മന്ത്രം ഒരിക്കലും നശിക്കാത്ത ആനന്ദമാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അതായത് ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിച്ചുകൊണ്ട് സന്തോഷമായിട്ട് ഇരിക്കുവാൻ കഴിയുന്നു എന്ന് അർത്ഥം. ത്രിപുരസുന്ദരി ദേവിയുടെ ഉപാസകരിൽ 1-ാം സ്ഥാനം മഹാദേവനും 2-ാം സ്ഥാനം മഹാവിഷ്ണുവിനുമാണ്. ശ്രീവിദ്യാ മന്ത്രഭേദങ്ങളിൽ ഒരു മന്ത്രത്തിൻ്റെ ഋഷി ശ്രീ മഹാവിഷ്ണുവാണ്. ആ മഹാവിഷ്ണുവിന് തുല്യമായ സ്ഥാനമാണ് ലോപാമുദ്രാദേവി ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ ആചാര്യ പദവി കൊണ്ട് നേടിയെടുത്തത്. അതിനാൽ ഈ മന്ത്രം 7 പ്രാവശ്യമെങ്കിലും ജപിച്ച് ആത്മാർത്ഥമായി ഭക്തിപൂർവം ജപിക്കുന്നവർക്ക് വേറൊരു മന്ത്രവും വേണ്ട. ഇതൊന്നുകൊണ്ട് മാത്രം ആഗ്രഹസിദ്ധി ഉണ്ടാവുന്നതാണ്. വാഗ്ദേവതകൾ ആഗ്രഹസാധ്യത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും മികച്ച മന്ത്രങ്ങളിൽ ഒന്നാണിത്. ആദിപരാശക്തിയായ മഹാദേവി എല്ലാവർക്കും എപ്പോഴും സന്തോഷം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ തൃപ്പാദപത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം.